മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. +1 സീറ്റ് വിഷയത്തിൽ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോൾ കാണുന്നത് നിയമസഭയിലേക്ക് KSU നടത്തുന്ന മാർച്ചാണ്. KSUവിന്റെ മാർച്ചിലും സംഘർഷം കാണുന്നു. മലപ്പുറത്തും കോഴിക്കോടും വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്നത്. SFIയും കോഴിക്കോട്ടെ സമരത്തിൽ പങ്കാളികളാകുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. നിയമസഭാ മാർച്ചിലും സംഘർഷമുണ്ടാകുന്നു. KSUവിന്റെ മാർച്ചാണ് ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നത്. +1 സീറ്റ് വിഷയം മലബാറിലേതാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ സീറ്റുകൾ ഇല്ലാത്തത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും ഇഷ്ടമുള്ള സ്കൂളുകളിൽ ഇഷ്ടമുള്ള ബാച്ചുകൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇക്കാര്യം വിദ്യാഭ്യാസ മന്ത്രി തുടർച്ചയായി നിഷേധിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനെയൊരു സമരം. KSUവിന്റെ മാർച്ച് തത്സമയം. തിരുവനന്തപുരത്തെ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. മലപ്പുറത്തും കോഴിക്കോടുമാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധം നടക്കുന്നത്. ഫ്രറ്റേണിറ്റിയുടെ സമരമുണ്ട് കോഴിക്കോട്. മലപ്പുറത്ത് MSF സമരരംഗത്താണ്. KSUവും സമരരംഗത്തുണ്ട് കോഴിക്കോടും മലപ്പുറത്തും. മലപ്പുറത്ത് ഹയർ സെക്കൻഡറി മേഖല ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറിയ MSF വനിതാ പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് വരാം. KSUവിന്റെ മാർച്ചിലെ സംഘർഷത്തിന്റെ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണല്ലോ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ. ഇപ്പോഴും സ്ഥലത്ത് സംഘർഷം തുടരുകയാണ്. കൂടുതൽ സംഘർഷം മലപ്പുറത്തുള്ള ദൃശ്യങ്ങൾ കൂടി കാണാം. മലപ്പുറത്തും കോഴിക്കോടുമാണ് പ്രശ്നം അതിരൂക്ഷമായിരിക്കുന്നത്. മലപ്പുറത്ത് MSFന്റെ വനിതാ പ്രവർത്തകർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് ബലം പ്രയോഗിച്ച് കയറിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഒരു വിൻഡോയിൽ കാണുന്ന അതാണ് വനിതാ പ്രവർത്തകരുടെ പ്രതിഷേധം. ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത്. ഞങ്ങള് ഈ മലബാറിലുള്ള 83,000-ഓളം വിദ്യാർത്ഥികള് അവര് വിജയിച്ചിട്ടും അവർക്ക് അർഹതപ്പെട്ട